നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക. വിജയം കർത്താവ് തരും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാവോ? നീ നിന്റെ അധ്വാനം നന്നായിട്ട് ചെയ്യുക, കർത്താവ് അനുഗ്രഹം പുറകെ തരും. പഠിക്കേണ്ടത്, ജോലി ചെയ്യേണ്ടത്, മിനിസ്ട്രി ചെയ്യേണ്ടത്, ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും എഫേർട്ട് എടുത്ത്, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്തേ. നമുക്ക് ഇതുവരെ ഒരു റിസൾട്ട് കിട്ടിയില്ല, ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ഫലമല്ല നമുക്ക് കിട്ടിയത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തോറ്റുപോയിട്ടുണ്ടാവും. ബട്ട് ഷാൽ വി നോട്ട് ട്രൈ അഗെയിൻ? ഒന്നുകൂടെ ഒന്ന് അധ്വാനിച്ച് ഇനിയും ഈശോ റിസൾട്ട് തരും. ഞാൻ എൻ്റെ അധ്വാനം നന്നായിട്ട് ചെയ്താൽ ഈശോയുടെ അനുഗ്രഹം നമുക്ക് അളവില്ലാതെ തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഒന്നുകൂടെ ഒന്ന് പരിശ്രമിക്കാൻ പറ്റില്ലേ? കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നേ. ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഒരു അനുഗ്രഹത്തിന്റെ വചനം കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ. സങ്കീർത്തനം 44 അതിന്റെ 3-4 വാക്യങ്ങൾ. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയിച്ചത്, അവിടുത്തെ വലത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അങ്ങവരിൽ പ്രസാദിച്ചു, അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും, അവിടുന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത്. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. വാളുകൊണ്ടല്ല അവർ പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്, അവിടുത്തെ വലത് കൈയും ഭുജവും കൊണ്ടത്രേ. ഈശോയാണ് വിജയം നൽകുന്നത്. നമ്മൾ നമ്മുടെ എഫേർട്ട് നന്നായിട്ട് ചെയ്താൽ, നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചാൽ അനുഗ്രഹം കർത്താവ് തരും. നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് ഒരു അനുഗ്രഹം മേടിക്കാനല്ല, മാക്സിമം എഫേർട്ട് എടുക്കുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക, മാക്സിമം ഇതിനുവേണ്ടി ഇറങ്ങിക്കോ.